കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ ഇന്ന് ഗോത്രകലകൾ അരങ്ങ് തകർക്കും. ടൗൺഹാളിലെ ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം, ഇരുള നൃത്തം, പണിയ നൃത്തം മത്സരങ്ങൾ തുടരുകയാണ്. മോഡൽ ബോയ്സ് സ്കൂളിലെ വേദിയിൽ UP വിഭാഗം ഓട്ടംതുള്ളൽ, HSS വിഭാഗം ഓട്ടംതുള്ളൽ, പറയൻ തുള്ളൽ, ശ്രീധങ്ങൻ തുള്ളൽ, ചാക്യാർകൂത്ത്, വട്ടപ്പാട്ട്, ദഫ്മുട്ട്, കോൽക്കളി എന്നീ മത്സരങ്ങളും നടക്കും. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കലോത്സവം മത്സരമായില്ല, കുട്ടികളെ ഉത്സവമായി തന്നെ കാണണമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറായ K അജിതകുമാരി പതാക ഉയർത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കലോത്സവ സന്ദേശം നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ D ശ്രീജ, ചാവക്കാട് DEO PV റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 4, 5, 6, 7 ദിവസങ്ങളിൽ നമ്മുടെ ജില്ലാ റവന്യൂ കലോത്സവം നടക്കുകയാണ്. നല്ല സബ് ഡിവിഷൻ ലെവലിൽ കഴിഞ്ഞിട്ട് സ്കൂളുകളിലും കഴിഞ്ഞിട്ട് അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ക്വാളിഫൈ ആവുന്ന കുട്ടികൾ സംസ്ഥാന തലത്തിൽ തൃശ്ശൂരിന് വേണ്ടിയിട്ട് പങ്കെടുക്കും. സംസ്ഥാന കായികോത്സവം ഇതിനു മുമ്പ് നടന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച ജനപങ്കാളിത്തവും കാണികളുമുള്ള കായികോത്സവമായി. അത് നല്ലപോലെ സ്വീകരിച്ചവരാണ് കുന്നംകുളത്തെ ബഹുജനങ്ങൾ. അവരുടെ എല്ലാ പിന്തുണയും എല്ലാ സ്ഥലത്തും നിങ്ങൾക്കുണ്ടാകും. ബഹുമാനപ്പെട്ട അധ്യാപക സംഘടനാ പ്രതിനിധികൾ എല്ലാത്തിൻ്റെയും കൺവീനർമാരായി 17 കമ്മിറ്റികൾ ഇവിടെയുണ്ട്. മുകേഷ് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. മുകേഷ്, ആദ്യ ദിവസത്തെ മത്സരത്തിന് ശേഷം ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനം കലോത്സവത്തിന് നടന്നിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയാണ് വേദികളിൽ മത്സരങ്ങൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്? കലോത്സവത്തിന്റെ 2ാം ദിനം മത്സരങ്ങൾ ആവേശപൂർവ്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ടുപിറകിലായി വേദി 7-ൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ പരിചമുട്ടുകളി നടക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പരിചമുട്ടുകളി, മാർഗം കളി, ചവിട്ടുനാടകം എന്നീ ഇനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ബദനി സ്കൂളിൽ തന്നെ മിനി ഹാളിൽ അക്ഷരശ്ലോകം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ സംഗീതം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാന വേദിയിൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം തൊട്ട് മുമ്പാണ് കഴിഞ്ഞത്. MLA AC മൊയ്തീൻ ആയിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ആ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിരുന്നു. മത്സരങ്ങൾ 2ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഇന്നും വൈകിയാണ് ആരംഭിച്ചതെന്ന് പറയേണ്ടി വരും. പക്ഷേ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലാക്കി മത്സരങ്ങൾ രാത്രി വൈകാതെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായി വിദ്യാഭ്യാസ ഉപഡയറക്ടർ TCBയോട് പറയുകയുണ്ടായി. കാരണം ആദ്യ ദിവസം 11:30 രാത്രി വൈകി 11:30 ചില മത്സരങ്ങൾ അവസാനിക്കാനായി. ഇന്നും നിരവധി കളർഫുൾ ഇനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർഗം കളി, ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ നാടോടി നൃത്തം തുടങ്ങിയ ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ ഇനങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. വലിയ പരാതികളില്ലാതെയാണ് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ ദിനത്തിൽ മഴയുണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള മഴയും ചെളിക്കെട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 2ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഭംഗിയായി തന്നെ കലോത്സവം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പരാതികൾക്ക് വലിയ ഇടമില്ലാത്ത രീതിയിലാണ് കലോത്സവം മുന്നോട്ട് പോകുന്നത്. ഭക്ഷണ ക്രമീകരണങ്ങളും അത് നേരത്തെ ഉള്ള പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. YMCA ഹാളിലാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. അങ്ങോട്ട് എത്താനുള്ള ദൂരെ കൂടുതൽ ഒരു പരാതിയായി അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം മത്സരാർത്ഥികൾക്കായാലും അധ്യാപകർക്കായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താനുള്ള ഒരു ദൂരെ കൂടുതൽ ഒരു പ്രശ്നമായി തന്നെ അവർ പറയുകയുണ്ടായിരുന്നു. വലിയ പരാതികളില്ലാതെ മത്സരങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി 2 ദിവസങ്ങൾ കൂടി മാത്രമാണ് കലോത്സവം അവസാനിക്കാൻ ബാക്കിയുള്ളത്. ആദ്യ ദിവസത്തെ ഫലം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. വലപ്പാട് ഉപജില്ലയാണ് മുന്നിലുള്ളത്. അധികം വൈകാതെ ഉച്ചയോടുകൂടി കൂടുതൽ മത്സര ഫലങ്ങൾ പുറത്തുവരും. അതിനുശേഷം ഈ ഉപജില്ലയുടെ നില മാറാം. എന്തായാലും അതിമനോഹരമായി തന്നെ മത്സരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാന വേദിയായ ടൗൺ ഹാളിൽ കലാമത്സരത്തിൽ ആദ്യമായി അരങ്ങേറുന്ന പണിയ നൃത്തം, ഇരള നൃത്തം തുടങ്ങിയ മത്സരങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പരിച മുട്ടുകളിയാണ് ബദനിയിലെ വേദിയിൽ നടക്കുന്നത്. എവിടെയും പരാതികളില്ലാതെ തുടരുന്നു. എല്ലായിടത്തും മത്സരങ്ങൾ വൈകി ആരംഭിച്ചു എന്നത് ഇന്നും ഒരു പരാതിയായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. ശരി മുകേഷ്, വിശദാംശങ്ങൾ നൽകിയതിന്. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ സ്കൂൾ കലോത്സവത്തിൽ ഇന്ന് ഔപചാരികമായ ഉദ്ഘാടനമായിരുന്നു. 3-ാം തീയതിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 4 ദിവസമാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഏതായാലും മത്സരങ്ങൾ എല്ലാ വേദികളിലും സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.